ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനീഷ് പാലയ്ക്കവട്ടം. ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ അയർലൻഡിൽ വന്നിട്ട് കൃത്യമായി പറഞ്ഞ 908 ഡേയ്സ് പിന്നിടുകയാണ്. 2022 ജൂൺ 23 ഞാനിവിടെ വന്നത്. ഇന്ന് ഡിസംബർ 17, 2024 അപ്പോൾ ഞാനിവിടെ വന്ന് ആദ്യമേ ചെയ്തത് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് കോഴ്സ് HCA കോഴ്സിന് ചേർന്നു. 1 ഇയർ കോഴ്സായിരുന്നു അത്. കോഴ്സിന് ചേർന്ന് 3 മാസം പിന്നിട്ടപ്പോൾ ഞാൻ അപ്പേരി ലിവിങ് ബെൽഗോളി എന്ന് പറയുന്ന നേഴ്സിംഗ് ഹോമിൽ 1 മന്ത് കിച്ചൺ അസിസ്റ്റൻ്റായിട്ടും തുടർന്ന് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ടും ജോലിക്ക് കയറി. ആഴ്ചയിൽ 3 ദിവസമാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. സ്മിതയ്ക്ക് ഡ്യൂട്ടി ഇല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ ഡ്യൂട്ടിക്ക് പോകും. അങ്ങനെയായിരുന്നു. അതിന് മുന്നേ ഒരു 7 മാസക്കാലം, വന്ന ഉടനെ 7 മാസക്കാലം ഞാൻ ജോലി ചെയ്തിരുന്നത് മലയാളിയായ പത്തനംതിട്ടക്കാരനായ പോൾ ചേട്ടൻ്റെ പോൾസ് കുസിൻ എന്ന് പറഞ്ഞ ടേക്ക് അവേ റെസ്റ്റോറൻറ്റിലായിരുന്നു. അവിടെ കിച്ചൺ അസിസ്റ്റൻ്റായിട്ടും ഫുഡ് ഡെലിവറി ആയിട്ടും ഓൾറൗണ്ടർ ജോബായിരുന്നു. ഡെലിവറി, അത്യാവശ്യം പർച്ചേസിങ് എല്ലാം ചെയ്യുമായിരുന്നു. 7 മാസം അവിടെ ജോലി ചെയ്യുമ്പോൾ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റിൻ്റെ കോഴ്സ് B&B നഴ്സിംഗ് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്യുന്നുണ്ടായിരുന്നു. എവരി വീക്ക് മൺഡേ ആണ് ക്ലാസ് ഉണ്ടായിരുന്നത്. അന്നത്തെ ദിവസം പോൾസ് കുസിൻ റെസ്റ്റോറൻറ്റിന് ഓഫ് ഡേ ആണ്. അപ്പം അങ്ങനെ അത് രണ്ടും കൂടെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. അപ്പേരി ബെൽഗോളിയിൽ നിന്ന് ആ നഴ്സിംഗ് ഹോം ചില പ്രശ്നങ്ങൾ കാരണം നിർത്തേണ്ട ഒരവസ്ഥയുണ്ടായി. അതിന് തൊട്ട് മുന്നേ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി എക്സ്പ്രസ് ഹെൽത്ത് എന്ന് പറഞ്ഞ ഏജൻസി സ്റ്റാഫായിട്ട് ജോയിൻ ചെയ്തു. എക്സ്പ്രസ് ഹെൽത്തിൽ ജോയിൻ ചെയ്ത് വിവിധ നഴ്സിംഗ് ഹോമുകളിൽ ആയിട്ട് ഞാൻ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നു. അതിനിടയ്ക്ക് വിസ്ത കരിയറുമായിട്ടും അതൊരു ഏജൻസിയാണ്, അവരുടെ കൂടെയും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. കൂടുതലും കുട്ടികൾ സ്കൂളിൽ വിടണം, സ്മിതയെ ഡ്രോപ്പ് ചെയ്യണം, പിക്ക് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളുള്ളതുകൊണ്ട് ഞാൻ കൂടുതലും നൈറ്റ് ഡ്യൂട്ടിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ സ്ഥിരമായി നൈറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഹെൽത്തിന് അത് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഉറക്കം വലിയൊരു പ്രശ്നമായി വന്നു. പകൽ സമയം ശരിക്കും ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. പിന്നീട് ഡ്യൂട്ടി ഇല്ലെങ്കിൽ കൂടി നൈറ്റായാൽ ഉറക്കം വരാതിരിക്കുക, അങ്ങനെയുള്ള ഭയങ്കര പ്രശ്നങ്ങൾ ഹെൽത്തിനെ അത് ശാരീരികമായി ഭയങ്കര അധികം അത് ബാധിക്കാൻ തുടങ്ങിയപ്പോൾ പതിയെ ഞാൻ ഡ്യൂട്ടി കുറച്ച് കൊണ്ടുവന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ വീടിന് തൊട്ട് താഴെയുള്ള കോർക്ക് സിറ്റിയിൽ തന്നെയുള്ള നോർത്ത് ഗേറ്റിലുള്ള സൂപ്പർ മാക് ഫാമിലി റെസ്റ്റോറൻറ്റിൽ ഞാനും സ്മിതയും കൂടെ സാധാരണ ഇവിടുന്ന് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ പിള്ളേർക്ക് പിസയും കാര്യങ്ങളൊക്കെ വാങ്ങാറുണ്ട്. അങ്ങനെ വാങ്ങാൻ വന്നപ്പോൾ അവിടെ വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഡെലിവറി സ്റ്റാഫിനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഡെലിവറി ബോയ് ആയിട്ട് ഞാനിവിടെ ജോയിൻ ചെയ്തു. ഈവനിങ് 4 മണി തൊട്ട് രാത്രി 10 മണി വരെയാണ് എൻ്റെ ഡ്യൂട്ടി ടൈം. അപ്പോൾ ആദ്യം 1-2 ദിവസം പോയി നോക്കിക്കഴിഞ്ഞപ്പം വളരെ കംഫർട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം 4 മണി തൊട്ട് 10 മണി വരെ എന്നുള്ളത് നമുക്കൊരു ജോലി ചെയ്യുന്നതായിട്ട് പോലും നമുക്ക് ഫീൽ ചെയ്യില്ല. പ്രത്യേകിച്ച് ഡെലിവറി ജോബാകുമ്പം വലിയ ഹെവി വർക്കില്ല, നമ്മൾ ടെൻഷൻ ഫ്രീ ആണ്. മറ്റേ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് പോലെ ഉള്ള ടെൻഷനും കാര്യങ്ങളും ഒന്നും നമുക്കില്ല. 4 മണിയാകുമ്പോൾ ഇവിടെ വന്നാൽ മതി. അതിനിടയ്ക്ക് രാവിലെ പിള്ളേരെ സ്കൂളിൽ വിടുന്നതിനോ സ്മിതയെ കൊണ്ട് ഡ്യൂട്ടിക്ക് ആക്കുന്നതിനോ പിക്ക് ചെയ്യുന്നതിനോ ഒന്നും കുഴപ്പമില്ല. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് കൃത്യം 5 മിനിറ്റ് 500 മീറ്റർ, കൃത്യം പറഞ്ഞാൽ 500 മീറ്റർ മാത്രമാണ് റെസ്റ്റോറൻറ്റിലേക്കുള്ള ദൂരം. എനിക്കിവിടെ എത്തിച്ചേരാൻ പറ്റും.
അങ്ങനെ ഇപ്പോഴും ആ ജോലിയിൽ തുടരുന്നു. ഇപ്പോൾ ഞാൻ ഡ്യൂട്ടി ടൈമിലാണ്. അപ്പോൾ ഇവിടുത്തെ ജോലിയുടെ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ പാർക്കിങ്ങിൽ നമ്മുടെ വാഹനത്തിൽ വെയിറ്റ് ചെയ്താൽ മതി. ഓർഡറുകൾ വരുന്നതനുസരിച്ച് അവർ നമ്മൾക്ക് കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യും. അപ്പോൾ ആ ടൈമിൽ ചെന്ന് ഫുഡ് കളക്ട് ചെയ്യുക. എയർ കോഡ് തരും. കസ്റ്റമേഴ്സിൻ്റെ എയർ കോഡ് എന്ന് പറയുന്നത് പോസ്റ്റൽ കോഡാണ്. ആ പോസ്റ്റൽ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഗൂഗിളിൽ ലൊക്കേഷൻ കണ്ടെത്തി ഫുഡ് ഡെലിവറി ചെയ്യുക. ഇതാണ് നമ്മുടെ ജോലി. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഡെലിവറി ജോബിൽ എനിക്ക് കിട്ടുന്ന വേതനം എന്ന് പറഞ്ഞാൽ, ഞാനിവിടെ റിപ്പോർട്ട് ചെയ്താൽ 4 മണിക്ക് റിപ്പോർട്ട് ചെയ്യുന്ന സമയം തൊട്ട് 10 മണി വരെ 6 മണിക്കൂർ എനിക്ക് പെർ അവറിന് 7 യൂറോയാണ് എനിക്ക് കിട്ടുന്ന വേതനം. പ്ലസ് ഒരു ഡെലിവറിക്ക് 3.5 യൂറോ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് നമുക്ക് ഈടാക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ 10 രൂപ 50 പൈസയാണ് ഒരു ഡെലിവറി ചെയ്താൽ നമുക്ക് 1 അവറിൽ ഒരു ഡെലിവറിയാണ് ഉള്ളതെങ്കിൽ നമുക്ക് കിട്ടുന്നത്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ ഒരു ദിവസം നമുക്ക് 1 മണിക്കൂറിൽ ഒരു ഡെലിവറി വെച്ചാണെങ്കിൽ 6 ഡെലിവറി നമുക്കുണ്ടാവും. 6 ഡെലിവറി ചെയ്താൽ നമുക്ക് 10 രൂപ 50 വെച്ച് ഒരു ദിവസം 63 യൂറോയ്ക്ക് നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കും. ഇതൊരു ശരാശരി കണക്കാണ് ഞാൻ പറഞ്ഞത്. ഒരു മണിക്കൂറിൽ ചിലപ്പോൾ 3 ഡെലിവറി ഉണ്ടാവാം, ചിലപ്പോൾ 2 ഡെലിവറി ഉണ്ടാവാം, ചിലപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ഡെലിവറി ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അത് എല്ലാ ദിവസവും ഒന്നും ഈ പറഞ്ഞ പോലെ 2-3 ഡെലിവറി കിട്ടണമെന്നില്ല. ചില ദിവസങ്ങളിൽ പൊതുവേ ഒരു ഫുൾ ഡേയിൽ 3 ഡെലിവറിയൊക്കെ ചിലപ്പോൾ കാണാൻ സാധ്യതയുള്ളൂ. ചിലപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത ദിവസം 8 ഡെലിവറി 10 ഡെലിവറി ആയിട്ട് വരും. അപ്പം ശരാശരി ഒരു ദിവസം 6 ഡെലിവറി എന്നത് ഉറപ്പായിട്ടും ഉണ്ടാവും. ശരാശരി കണക്കെടുക്കുമ്പോൾ ഒരു വീക്ക് വരുമ്പോൾ ചിലപ്പോൾ എപ്പോഴും അതിൻ്റെ കഴിഞ്ഞ് കൂടുതൽ വരാറുണ്ട്. കാരണം ആഴ്ചയിൽ 1-2 ദിവസം ഇച്ചിരി മടുപ്പ് വരാറുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം 8 തൊട്ട് 10 വരെയുള്ള ഡെലിവറി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ശരാശരി കണക്ക് 6 ഡെലിവറി എന്നുള്ള രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്താൽ തന്നെ എനിക്ക് ഒരാഴ്ച കിട്ടുന്ന വേതനം എന്ന് പറയുന്നത് 63 × 5 ദിവസം. ഞാൻ 5 ദിവസമാണ് ജോലി ചെയ്യുന്നത്. വീക്കിലി 2 ദിവസം വേറൊരു ആളുകൂടെ ചെയ്യുന്നുണ്ട്. കാരണം 2 പേരില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും എമർജൻസി വന്ന് ഒരു ദിവസം ഓഫ് എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഡെലിവറി ചെയ്യാൻ ആളില്ലാതെ വരും. അതുകൊണ്ട് അവർ 2 സ്റ്റാഫിനെ വെച്ചിട്ടുണ്ട്. മെയിനായിട്ടും ഷോപ്പിന് തൊട്ടടുത്ത് താമസിക്കുന്ന ആളെന്നുള്ള രീതിയിൽ എന്നെയാണ് അവർ പരിഗണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ദിവസം ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. എന്നോട് ചോദിച്ചിട്ടാണ് കേട്ടോ, അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിട്ടാണ് ഞാനിപ്പോൾ ഓക്കെ പറഞ്ഞുകൊണ്ടാണ് എന്നെ പരിഗണിച്ചേക്കുന്നത്. മറ്റേ കക്ഷി 2 ദിവസവും ചെയ്യുന്നു. അങ്ങനെ 5 ദിവസം വെച്ച് 315 യൂറോ. 315 യൂറോ വെച്ച് 4 ആഴ്ച ജോലി ചെയ്താൽ കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് 1260 യൂറോയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ശരാശരി കണക്കാണ്. 1260 എന്നുള്ളത് ഒരു 1500 യൂറോ വരെ പോകും. കാരണം ഡെലിവറിയുടെ എണ്ണം കൂടുന്നതനുസരിച്ച്. പ്ലസ് നമുക്കൊരു ദിവസം നമ്മുടെ വാഹനത്തിന് പെട്രോള് അല്ലെങ്കിൽ മെയിൻ്റനൻസിനുള്ള പൈസ മിക്കപ്പോഴും ടിപ്പായിട്ട് ലഭിക്കാറുണ്ട്. എനിക്കിവിടെ ടിപ്പിനത്തിൽ ശരാശരി ഒരു 5 യൂറോ തൊട്ട് 15 യൂറോ വരെ കിട്ടിയ ദിവസങ്ങളുണ്ട്. 5 യൂറോ എന്തായാലും കിട്ടും. 5 യൂറോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസം മാക്സിമം ഇപ്പോൾ 10 ഡെലിവറി ഉണ്ടായാൽ തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യേണ്ടി വരിക പരമാവധി ഒരു 40 കിലോമീറ്റർ അല്ലെ 50 കിലോമീറ്റർ ആയിരിക്കും. കാരണം നമ്മളുടെ ഡെലിവറി ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മാക്സിമം 3.5 കിലോമീറ്ററാണ്. അതിനുള്ളിൽ നമുക്ക് ഈ സൂപ്പർ മാർക്ക് റെസ്റ്റോറൻറ്റിന് കസ്റ്റമറിന് ഡെലിവറി കൊടുക്കാൻ സാധിക്കുള്ളൂ. കാരണം അത് കഴിഞ്ഞാൽ അടുത്ത ഏരിയയിൽ അടുത്ത സൂപ്പർ മാർക്കറ്റിൻ്റെ റെസ്റ്റോറൻറ്റ് ആൾക്കാരായിരിക്കും കവർ ചെയ്യുക. അപ്പോൾ ഈ 3.5 കിലോമീറ്ററിനുള്ളിൽ ഒരിപ്പോൾ മാക്സിമം 3.5 കിലോമീറ്ററിനുള്ളിൽ ഒരു ഡെലിവറി ചെയ്യുന്നെങ്കിൽ ഒരു ഡെലിവറി പോയിട്ട് വരാനായിട്ട് നമുക്ക് 7 കിലോമീറ്റർ ഡ്രൈവ് ചെയ്താൽ മതി.
അങ്ങനെ കൂട്ടിയാൽ തന്നെ 10 ഡെലിവറി ഉണ്ട് 70 കിലോമീറ്റർ. അപ്പം ഈ 3.5 കിലോമീറ്റർ വരുന്ന ഡെലിവറി 1-2 എണ്ണേ ഉള്ളൂ. ബാക്കി എല്ലാം വരുന്നത് 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ അങ്ങനെയുള്ള ഡിസ്റ്റൻസിലാവും. അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നുന്നില്ല 50 കിലോമീറ്റർ ഇതുവരെ ഒരു ദിവസം ഡ്രൈവ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പരമാവധി ഒരു 2 ലിറ്റർ പെട്രോളിൻ്റെ ചിലവേ വരുന്നുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ വണ്ടി പെട്രോൾ ഹൈബ്രിഡാണ്. കൊറോളയുടെ പെട്രോൾ ഹൈബ്രിഡ് വണ്ടിയാണ്. എത്ര ഇതിൽ ഓടിച്ചു കഴിഞ്ഞാലും ഒരു 25 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വെഹിക്കിളാണ്. അതുകൊണ്ട് എനിക്ക് പരമാവധി ചിലവ് വരുന്നത് 1 ലിറ്റർ പെട്രോളിന് ഇപ്പോഴത്തെ വില 175 180 നോട്ട് പോട്ടെ, 2 യൂറോ നോട്ട് 175 സെൻറ്റ് പോട്ടെ, 2 യൂറോ കൂട്ടിയാലും 4 യൂറോയുടെ പെട്രോൾ എനിക്കാവുന്നു. അപ്പോൾ പെട്രോളിനുള്ള അലവൻസ് എനിക്ക് ടിപ്പായി കിട്ടാറുണ്ട്. 1260 അല്ലെ 1300 രൂപ എനിക്ക് സത്യത്തിൽ സേവിങ്സ് ആയിട്ട് മാറും. 1260 യൂറോ എന്ന് പറയുമ്പോൾ 1 യൂറോ എന്ന് പറയുന്നത് ഇന്ത്യൻ മണിയായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 90 രൂപയോ മറ്റോ വരും. 1,25,000 തൊട്ട് 1,50,000 രൂപ വരെ ഒരു മാസം 6 മണിക്കൂർ വെച്ച് ഡെലിവറി ജോബ് ചെയ്താൽ നമുക്ക് അയർലൻഡിൽ ഏൺ ചെയ്യാൻ സാധിക്കും. ഈ 1,25,000 രൂപ 6 മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ ഏൺ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസ് ഭയങ്കര കൂടുതലാണ്. ഞാനും ഫാമിലിയായിട്ട് ഇവിടെ ജീവിക്കുന്നുണ്ട്. മെയിനായിട്ടും ഇത് ചെയ്യുന്നയാൾ സ്മിത വൈഫ് ആയതുകൊണ്ടും എന്നെ സംബന്ധിച്ച് ഓക്കെയാണ്. പക്ഷേ എൻ്റെ കുടുംബം എൻ്റെ വൈഫിന് ജോലിയില്ല, ഹൗസ് വൈഫാണ് എങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ പോലും ഈ പറഞ്ഞ തുക കൊണ്ട് നമുക്കൊരു മാസം ജീവിച്ചു പോകാൻ നന്നേ ബുദ്ധിമുട്ടും. ഇപ്പോൾ ഷെയറിങ് അക്കോമഡേഷൻ ആണെങ്കിൽ പോലും മിനിമം ഒരു മാസം 600 തൊട്ട് 800 രൂപ വരെ അക്കോമഡേഷന് മാത്രം ചിലവാകും. പിന്നെ ഫുഡും മറ്റ് കാര്യങ്ങളും എല്ലാം കൂടി സിംഗിളായിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ കൂടി ഒരു 200 യൂറോ 300 യൂറോ മാറ്റി വെക്കേണ്ടി വരും. അങ്ങനെ നോക്കുമ്പോൾ ഈ ജോലി ഇതൊരു ജോലിയായിട്ട് കാൽക്കുലേറ്റ് കൂട്ടാൻ പറ്റില്ല. സൈഡ് ബിസിനസ് സൈഡായിട്ട് കൊണ്ടുപോകാനേ പറ്റുള്ളൂ. എന്നിരുന്നാൽ കൂടി ഇവിടെ ഒട്ടനവധിയായ സ്റ്റുഡൻ്റായിട്ട് വരുന്ന ആളുകളും മറ്റും ഇത്തരത്തിൽ ഡെലിവറി ജോബ് ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ പോക്കറ്റ് മണിക്കും മറ്റ് ചിലവുകളും മറന്നു പോകാൻ വേണ്ടി. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. എന്നെപ്പോലെയുള്ള ചുരുക്കം ചില ആളുകളാണ് അല്ലാതെ ചെയ്യുന്നത്. ഞാനങ്ങനെ ഇതിലേക്ക് ചെയ്യുന്നതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എൻ്റെ ഹെൽത്തിൻ്റെ ഇതുകൊണ്ടും പിന്നെ എനിക്ക് ബാക്കി കാര്യങ്ങൾ കുട്ടികളെ രാവിലെ സ്കൂളിൽ കൊണ്ടുവിടാൻ കഴിയുന്നുണ്ട്. ഉച്ചയ്ക്ക് അവരെ പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. സ്മിതയെ ഡ്യൂട്ടിക്ക് വിടാൻ പറ്റുന്നുണ്ട്. അതുപോലെ പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്നത്. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഫ്രീ ആണ്. വലിയ വേറെ ബുദ്ധിമുട്ടുള്ള ജോലിയൊന്നുമല്ല. ഈ പറഞ്ഞ പോലെ നമ്മൾ വണ്ടിയിൽ വെയിറ്റ് ചെയ്യുക, ഫുഡ് കളക്ട് ചെയ്യുക, കൊണ്ട് കൊടുക്കുക എന്നുള്ളത് കായികമായി വലിയ അധ്വാനമുള്ള ജോലിയല്ല ഇത്. ടെൻഷൻ ഫ്രീ ആണ്. പിന്നെ ഇത് ഡ്രൈവിങ്ങിനോട് ക്രേസുള്ള ആളുകൾക്കൊക്കെ പറ്റുള്ളൂ. കാരണം സിറ്റിക്കകത്ത് ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഇച്ചിരി കട്ടിയാണ്. നമ്മൾ ഒരു 5 ദിവസം അടുപ്പിച്ച് ഞാൻ ജോലി ചെയ്യാറുണ്ട്. ഒരു 3 ദിവസമൊക്കെ കഴിയുമ്പോൾ ഞാനും മടുക്കാറുണ്ട് കേട്ടോ. കാരണം നമുക്ക് 5 മിനിറ്റ് കൊണ്ട് ഓടിയെത്തേണ്ട ദൂരങ്ങളിലൊക്കെ ചില ദിവസം അരമണിക്കൂർ തൊട്ട് 3/4 മണിക്കൂർ വരെ എടുക്കും. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ അയർലൻഡിലെ ഈ കഴിഞ്ഞ 908 ദിവസത്തെ വിശേഷങ്ങൾ. പുതിയ വിശേഷങ്ങളുമായി ഇനിയും കാണാം. നല്ല നല്ല വിശേഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് വരാൻ പോകുന്നത്. എല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും നിങ്ങളുടെ എല്ലാം അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാവണം എന്ന അഭ്യർത്ഥനയോടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ശുഭരാത്രി, സുഖനിദ്ര. ബൈ.